ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിരകന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗിന്റെ മാൻവയുടെ 41 തൊട്ട് 50 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ ജിൻവു ഇഗ്രസിനെ തോൽപ്പിക്കുന്നിടത്താണ് ചാപ്റ്റർ 40 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 41 തുടക്കത്തിൽ ജിൻവു ഇഗ്രസിനെ തോൽപ്പിച്ചതിന് ശേഷം തന്റെ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുകയാണ്. ലാസ്റ്റ് ബോസിനെ തോൽപ്പിച്ചതോടെ ഡഞ്ചൻ കംപ്ലീറ്റ് ആവുമെന്നാണ് അവൻ കരുതിയതെങ്കിലും പെട്ടെന്ന് അവന്റെ ചുറ്റും പല പോർട്ടൽസുകൾ വന്ന് സിസ്റ്റം പുതിയ മിഷനോട് കൊടുത്തു. ജോബ് ക്വസ്റ്റ് ഇപ്പോൾ തുടങ്ങും. ഈ മിഷനിൽ അവൻ എത്ര നേരം പിടിച്ചു നിൽക്കുന്നോ അത് ബേസ് ചെയ്തായിരിക്കും അവന്റെ ജോബ് വരുന്നത്. അതോടെ അവന് ചുറ്റുമുള്ള പോർട്ടലുകളിൽ നിന്നും കുറെ അധികം നൈറ്റുകൾ പുറത്തു വന്നു. തന്റെ മാന ലെവല് ലോ ആണെന്ന് മനസ്സിലാക്കിയ ജിൻവു തന്റെ എതിരാളികളുടെ മൂവ്മെന്റ് മനസ്സിലാക്കി അവരെ ആക്രമിച്ചു. അവരെ നേരിടുന്നത് അത്ര എളുപ്പമല്ലായിരുന്നുവെങ്കിലും ജിൻവു തന്റെ പക്കലുള്ള എല്ലാ സ്കിൽസും എടുത്ത് അവരുമായിട്ട് ഏറ്റുമുട്ടി. ഇതിനിടയിൽ ഹെർത്ത് സ്റ്റോൺ വെച്ച് ഡഞ്ചന്റെ പുറത്തു പോകാൻ നോക്കിയെങ്കിലും ആ ശ്രമം പാഴായി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ പെട്ടുനിന്ന ജിൻവു തന്റെ പഴയ രൂപത്തെ ദൂരെ കണ്ടു. കുറച്ചുനേരം ആ രൂപത്തോട് സംസാരിച്ച ജിൻവു തന്റെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ, ഞാൻ ഇപ്പോഴും ഉള്ളിൽ ഭീരുവാണെന്ന് മനസ്സിലാക്കി. ഈ സമയം കൊണ്ട് ഒരു നൈറ്റ് അവനെ അടിച്ചിട്ടു. തന്റെ മരണം അടുത്തെത്തിയെന്ന് ജിൻവു വിചാരിച്ച സമയത്ത് അവന്റെ മുന്നിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതിന് അവന് പണിഷ്മെന്റിന് സമയമായി എന്ന്. കൃത്യസമയത്ത് ഇത് വന്നതുകൊണ്ട് നൈറ്റിന്റെ കയ്യാൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവൻ പെനാൽറ്റി സോണിലെത്തി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ജിൻവു തന്റെ കയ്യിലുള്ള എല്ലാ പോർഷൻസും എടുത്ത് സ്വയം ഹീൽ ചെയ്ത് അടുത്ത 4 മണിക്കൂർ അവിടുത്തെ മോൺസ്റ്റേഴ്സിനെ ഇല്ലാതെയാക്കി തന്റെ ശക്തി കൂട്ടി. ശേഷം സിസ്റ്റത്തിൽ നിന്നും നൈറ്റ് കില്ലർ എന്ന പുതിയ ഡാഗർ വാങ്ങിയ ജിൻവു തന്റെ മുറിവുകൾ കെട്ടി ഹെൽത്ത് കൂട്ടി ഡോമിനേറ്റേഴ്സ് ടച്ച് എന്ന സ്കില്ലും എടുത്ത് നൈറ്റുകളുടെ റൂമിലേക്ക് തിരിച്ചെത്തി. തനിക്ക് പറ്റിയ പരിക്കുകളൊന്നും വകവയ്ക്കാതെ തന്റെ മുന്നിൽ വന്ന ഗോളം നൈറ്റ് ഉൾപ്പെടെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി. അങ്ങനെ ജോബ് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത അവന് സിസ്റ്റം നെക്രോമാൻസർ എന്ന മരിച്ചവരെ തന്റെ ആർമിയാക്കി മാറ്റാൻ പറ്റുന്ന ജോബ് കൊടുത്തു. ജിൻവു അത് ചൂസ് ചെയ്തതോടെ അവന് നെക്രോമാൻസറിൽ നിന്നും ഷാഡോ ലോഡിലേക്ക് പ്രൊമോഷൻ കിട്ടി. ശേഷം ഷാഡോ എക്സ്ട്രാക്ഷന് അറൈസ് എന്ന കമാൻഡ് ജിൻവു കൊടുത്തതോടെ അവൻ അത്രയും നേരം കീഴ്പ്പെടുത്തിയ നൈറ്റുകളെല്ലാം ഷാഡോ ഇൻഫാൻട്രിയായും ഷാഡോ മജീഷ്യൻസ് ആയിട്ട് മിണീച്ചു വന്ന് അവന്റെ ആർമിയായി. അവരെയെല്ലാം തന്റെ ഇൻവെന്ററിയിൽ അടച്ച ജിൻവു തന്റെ കളക്ഷനിൽ ഒരു എയർ ആങ്കർ വേണമെന്ന് പറഞ്ഞ് ഇഗ്രസിന്റെ അടുത്തേക്ക് പോയി അവനെ തന്റെ ഷാഡോ നെറ്റ് ഇഗ്രസ് ആക്കി. അങ്ങനെ ജിൻവുവിന് സ്വന്തമായ ഒരു ഷാഡോ നെറ്റുകളുടെ പടയും ഇഗ്രസ് എന്ന തന്റെ ആജ്ഞകൾ മാത്രം പാലിക്കുന്ന പടത്തലവനെയും കിട്ടി. ശേഷം വീട്ടിലെത്തിയ ജിൻവു ആ രാത്രി ഉറങ്ങാൻ പറ്റാത്തതിൽ പകൽ മുഴുവനും കിടന്നുറങ്ങി. അപ്പോഴാണ് അവന് അവന്റെ അനിയത്തിയുടെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ആണെന്നും പെട്ടെന്ന് അവിടേക്ക് വരണമെന്ന് പറഞ്ഞ കോൾ വരുന്നത്. ഇത് കേട്ട് ചാടി എണീറ്റ ജിൻവു പെട്ടെന്ന് റെഡിയായി നേരെ ബാങ്കിലേക്ക് പോയി തന്റെ ബാങ്ക് ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്റെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് നേരെ സ്കൂളിലേക്ക് വിട്ടു. പെട്ടെന്ന് വേറെ ലുക്കിൽ ജിൻവുവോടെ എത്തിയപ്പോൾ അവന്റെ അനിയത്തി പോലും അവനെ തിരിച്ചറിഞ്ഞില്ല. ഈ ലുക്കിൽ ജിൻവു സ്കൂളിലെത്തിയപ്പോൾ അവിടെയുള്ള മിക്ക പെൺകുട്ടികളുടെ നോട്ടം ഇവനിലേക്കായിരുന്നു. ശേഷം ജിൻഹായുടെ ടീച്ചറിനെ പോയി കണ്ട ജിൻവു അവരിൽ നിന്നും അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നും അവളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സീറ്റ് വരെ കിട്ടുമെന്ന് മനസ്സിലാക്കി. ശേഷം ജിൻവു ഒരു ഹണ്ടർ ആണെന്ന് തിരിച്ചറിഞ്ഞ ടീച്ചർ അവനോട് അവരുടെ സ്കൂളിലെ മറ്റൊരു പെൺകുട്ടിയെ കൂടി സംസാരിച്ചു. ആ കുട്ടിക്ക് അവേക്കനിങ് സംഭവിച്ചതിന് ശേഷം സ്കൂളിൽ നിർത്തി ഒരു ഹണ്ടർ ആവാൻ നോക്കുകയാണെന്നും അതുകൊണ്ട് ആ കുട്ടിയോട് സംസാരിച്ച് ഗ്രാജുവേഷൻ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഹണ്ടർ ആയാൽ മതി എന്ന് പറയാമോ എന്ന് ജിൻവുനോട് ചോദിച്ചു. ആ പെൺകുട്ടി ജിൻഹായുടെ ഫ്രണ്ട് ഹാങ്സോങ് ആണെന്ന് കേട്ടതോടെ ജിൻവു അവരെ സഹായിക്കാൻ തയ്യാറായി. അന്ന് വൈകിട്ട് അവളെ പോയി ജിൻവു കണ്ടു. ജിൻവു ആദ്യം അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി അവൾക്ക് യഥാർത്ഥ ഹണ്ടേഴ്സിന്റെ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ഡോങ് സു അമേരിക്കയിൽ നിന്നും കൊറിയയിലെ എയർപോർട്ടിലെത്തിയത്. അവനെ സ്വീകരിക്കാൻ കൊറിയൻ ഗിൽഡിലെ വൂജിൻ ചുള്ളും അവിടെ എത്തിയിരുന്നു. ശേഷം ഇവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഡോങ് സു അവൻ ജിൻവുനെയും ജിൻഹോയെയും ടാർഗറ്റ് ചെയ്യാനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ഓപ്പണായി തന്നെ പറഞ്ഞു. കാരണം അവനെ തടയാൻ ആർക്കും പറ്റില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇതേ സമയം ജിൻവുവും ഹാങ്സോങ്ങും വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ കീഴിലുള്ള ഒരു ഗേറ്റിന് മുന്നിലെത്തി. അവിടെ ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് സെക്ഷൻ ആയതുകൊണ്ട് ചീഫ് ഹാനോട് ഉണ്ടായിരുന്നു. ട്രെയിനിങ് റിക്രൂട്ട്മെന്റിന് മുന്നിൽ നിന്നത് വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ എയർ ആങ്കർ ആയിട്ടുള്ള കിം ചുള്ളാണ്. അവനും ബാക്കി ട്രെയിനിങ് റിക്രൂട്ടുകളും ഗേറ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ പുറകെ ജിൻവു ഹാങ്സോങ്ങിനെയും കൊണ്ട് അകത്തേക്ക് കയറി. എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ഡയമെൻഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടായതോടെ ജിൻവു ചീഫ് ഹാനോട് മെയിൻ അറ്റാക്ക് ഫോഴ്സിനെ വിളിച്ചു വരുത്താൻ പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി. ഡയമെൻഷൻ ഫ്ലക്ച്വേഷൻ കാരണം സി റാങ്ക് ഗേറ്റ് ഇപ്പോൾ റെഡ് ഗേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഇത് കേട്ടതോടെ വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ യെസ് റാങ്കർ ആയ ബേക്ക് യോങ് ഹോയെ ചീഫ് ഹാൻ വിവരം അറിയിച്ചു. ഈ സമയം മറ്റൊരിടത്ത് വൂ ജിൻ ചുള്ള് ഡോങ് സുവിനെയും കൊണ്ടൊരു കാറിൽ പോകുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടും അവൻ ജിൻവുവിന്റെ ലൊക്കേഷനെ കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ഡഞ്ചന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഗേറ്റ് മാഞ്ഞു പോയതോടെ എല്ലാ ഹണ്ടേഴ്സും ഡഞ്ചന്റെ ഉള്ളിലേക്ക് നടന്നു. അവരെ ആ ഡഞ്ചന്റെ ഉള്ളിലെ ഐസ് എൽഫുകൾ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയുണ്ടായി. ഡഞ്ചന്റെ പുറത്ത് റെഡ് ഗേറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നവർ സംസാരിക്കുന്ന സമയത്ത് അകത്ത് ഹണ്ടേഴ്സ് എൽഫുകളെ നേരിടുകയാണ്. ഇതിനിടയിൽ കിം ചുള്ള് അവർ കയറിയിരിക്കുന്നത് റെഡ് ഗേറ്റിലാണെന്നും ഇനി
ഡഞ്ചൻ ബോസിനെ കീഴ്പ്പെടുത്താതെ ഗേറ്റ് തുറക്കില്ല എന്ന് മറ്റുള്ളവരെ അറിയിച്ചു. എന്നിട്ട് ആ കൂട്ടത്തിലെ റാങ്ക് കൂട്ടുകാരെ മാത്രം ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനെയും കൊണ്ട് ഡഞ്ചൻ ബോസിന്റെ അടുത്തേക്ക് കിമ്മും സംഘവും പോയി. ഈ സമയത്ത് ഗേറ്റിന്റെ മുന്നിൽ വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡ് അംഗങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ഡോങ്സു അവിടെ എത്തി. ജിൻവുവിനെ കുറിച്ച് അവരോട് ചോദിച്ചു. എല്ലാവരും ഡോങ്സു എന്തിനാണ് ജിൻവുവിനെ അന്വേഷിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻവുവും അവന്റെ ഒപ്പമുള്ള 4 ഹണ്ടേഴ്സും കാടിന്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കിംചുൾ ഭൂരിഭാഗം ഹണ്ടേഴ്സിനെയും കൊണ്ട് പോയപ്പോൾ ഒരു ഏറാങ്കർ മാത്രമാണ് ജിൻവുവിന്റെ ഗ്രൂപ്പിന്റെ കൂടെ പോകാൻ തയ്യാറായത്. ഒരു വശത്ത് വഴിയറിയാതെ ജിൻവുവും സംഘവും കാടിനുള്ളിലേക്ക് പോകുമ്പോൾ മറുവശത്ത് എൽഫുകളുടെ സാന്നിധ്യം മനസ്സിലാക്കി കിംചുൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ ഡഞ്ചന്റെ പുറത്ത് ജിൻവു ഈ ഡഞ്ചന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ നിസ്സാരമായി പുറത്തു വരുമെന്ന് ഡോങ്സു യോങ് ഹോയോട് പറയുന്നുണ്ട്. ഡഞ്ചന്റെ ഉള്ളിൽ ആദ്യം കണ്ട ഐസ് ബിയറിനെ തോൽപ്പിച്ച കിംചുള്ളിന്റെ സംഘം അതിനെ ഭക്ഷണമാക്കാൻ തയ്യാറായപ്പോൾ മറ്റൊരിടത്ത് ഐസ് ബിയേഴ്സിന്റെ ഏരിയയിൽ നിന്നും മാറി നടന്ന ജിൻവു തന്റെ കൂടെ ഉള്ളവർക്ക് തണുപ്പകറ്റാൻ കമ്പിളി വസ്ത്രങ്ങൾ നൽകി. ഈ സമയത്ത് അടുത്തൊരു ഐസ് ബിയറിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ജിൻവു തന്റെ കൂടെയുള്ള എയർ ആങ്കറിനെ തടഞ്ഞ് ഒറ്റയ്ക്ക് തന്റെ ഒറ്റ പഞ്ചിൽ ഐസ് ബിയറിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളിൽ ചിലരെക്കാട്ടിലും ലോ റാങ്കർ ആണെങ്കിലും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെക്കാട്ടിലും സീനിയർ ആണെന്ന് ജിൻവു പറയുന്നുണ്ട്. ശേഷം ജിൻവുവും സംഘവും അന്ന് രാത്രി ആ ഐസ് ബിയറിനെ ഭക്ഷണമാക്കി. ഇവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് മനസ്സിലാക്കിയ ജിൻവു അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് കാടിന്റെ ഉള്ളിലേക്ക് പോയി. തന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്തൊരു വലിയ കൂട്ടം ഐസ് ബിയേഴ്സിനെ കണ്ട ജിൻവു അവരെ നേരിടാൻ തന്റെ ഷാഡോ ആർമിയെ പുറത്തെടുത്തു. അവിടെ ചാപ്റ്റർ 50 അവസാനിച്ചു. സോ കഴിഞ്ഞു ഗൈസ്. ഇതാണ് സോളോ ലെവലിംഗിന്റെ മാൻവയുടെ ചാപ്റ്റർ 41 തൊട്ട് 50 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ഫസ്റ്റ് സീസൺ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. സോളോ ലെവലിംഗിന്റെ സക്സസിനോടനുബന്ധിച്ചിട്ട് ക്രിയേറ്റേഴ്സ് സോളോ ലെവലിംഗിന്റെ ഒരു ഗെയിം കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും മാൻവയിലും സീരീസിലും ഇല്ലാത്ത കുറച്ച് സ്റ്റോറി ലൈൻസ് ഗെയിമിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സീരീസിന്റെ ഫാൻസ് ആയിട്ടുള്ളവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എയർലി വെർഷനൊക്കെ കളിക്കാൻ ചാൻസ് കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ മാൻവയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ സോളോ ലെവലിംഗിന്റെ ബാക്കി വീഡിയോസ് കാണാത്തവർക്ക് അതിൽ ലിങ്കിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ലിങ്കിനെ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാൻ സൈനിങ് ഔട്ട്.